ഹലോ ഒരുവൺ. അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. കുറേ നാളായി ചാനലിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടെന്ന് തോന്നുന്നു. ലാസ്റ്റ് പോസ്റ്റ് സൂപ്പർമാൻ്റെ റിവ്യൂ ആയിരുന്നു തോന്നുന്നു. അന്ന് തന്നെ മോണിക്കയുടെ മ്യൂസിക് വീഡിയോ വന്നിരുന്നു, പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ നമ്മൾ ഹൃദയപൂർവ്വം സിനിമയുടെ ടീസർ റിയാക്ട് ചെയ്യേണ്ടി വന്നേക്കണം. ലുക്കൊന്നും കണ്ട് ഞെട്ടൊന്നും വേണ്ട, താടിയും മീശയും കളഞ്ഞ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ ചെയ്തതാണ്. ഇനി ഞാൻ ചെയ്യില്ല, അത് വേറെ കാര്യം. പക്ഷെ ഞാനൊരു കട്ട ലാലേട്ടൻ ഫാനാണ്. പ്രത്യേകിച്ച് ഈ വർഷം ലാലേട്ടൻ ഫാൻസിന് ഒരു ഗംഭീര വർഷം തന്നെ പറയേണ്ടി വരും. കാരണം എമ്പുരാൻ ഒരു മാസീവ് സക്സസ് ആയിരുന്നു. ഇപ്പോൾ തുടരുമാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ്ലി വന്ന് എന്താ പറയുക, ഒരു റെക്കോർഡ് തൂക്കിയിട്ട് ഒരു സിനിമയാണ്. കണ്ണപ്പ മാറ്റി നിർത്തി, കണ്ണപ്പയിൽ കുറച്ച് നേരമേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാത്തൊരു വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ വർഷം സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഫാൻസിന് ഒരു ഗംഭീര വർഷമാണ്. ഞാനും ഒരു കട്ട ലാലേട്ടൻ ഫാനാണ്. ഒരു സത്യനന്ദിക്കാൾ പടത്തിലൊക്കെ കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ ഇപ്പോൾ ഹൃദയപൂർവ്വം അങ്ങനെ ഒരു സിനിമയാണ്. അപ്പോൾ ടീസറിലേക്ക് കടക്കാം നമുക്ക്. ഹൃദയപൂർവ്വം ഒഫീഷ്യൽ ടീസർ. മോഹൻലാൽ, സത്യനന്ദിക്കാണ്ട്, ആന്റണി പെരുമ്പാവൂർ, ആശീർവാദ് സിനിമസ്. അപ്പൊ തുടങ്ങാം. കല്യാൺ ജ്വല്ലേഴ്സ്. Where are you from? Kerala. Oh, nice. I love Malayalam film industry. Oh. Very sensible. But my girlfriend, she's totally Bollywood style. Okay. You saw this stuff? I'm doing just for her. But I love Fafa, man. Papa. ഫാസിൽ. Oh. Avisham, Kumbalangi Nights. What a performance. Ice drama. Kadak. But we have good senior actors also. No. Only Fafa. Only Papa. ഇത് കൊള്ളാം കിട്ടെ കാണാം. എന്റെ പൊന്നോ, എന്തൊക്കെ പ്രശ്നം. ഇതൊരു രസമുള്ള സാധനമായിരിക്കും, പറയാതിരിക്കാൻ വയ്യ. അതൊരു പെട്ടെന്ന് തീർന്നു പോയി ടീസർ ആയിരുന്നല്ലോ, പക്ഷെ സംഭവം മൊത്തത്തിൽ കണ്ടിട്ട് ഒരു രസമുള്ള ഒരു സംഭവമായിരിക്കും തോന്നുന്നുണ്ട്. കാരണം ഇത്രയും ഒരു കൊമീഡിക് ആയിട്ടോ അല്ലെങ്കിൽ ഇത്തിരി ഒരു മാസ് എലമെന്റിൽ നിന്ന് മാറി ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു കോമഡി പടത്തിലൊക്കെ ലാലേട്ടനെ കണ്ടിട്ട് വർഷങ്ങൾ കുറെ സത്യം പറഞ്ഞു. അപ്പോൾ ഇതില് എല്ലാവരുമായിട്ടുള്ള കെമിസ്ട്രി ലാലേട്ടനെ കാണാൻ രസമുണ്ടോ? പ്രത്യേകിച്ച് ആ ഇൻട്രോയില് ഫാഫയുടെ കാര്യം പറഞ്ഞു. ശരിയാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ബോളിവുഡ് അല്ലെങ്കിൽ ഹിന്ദിക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മലയാളം എന്ന് പറയുമ്പോൾ നമുക്ക് അവരൊക്കെ അറിയണേക്കാൾ നമുക്കറിയാം, പക്ഷെ എല്ലാവരും ഫാഫ എന്നാണ് പറയാം. നല്ല കാര്യമാണ്. പക്ഷെ അപ്പോഴും ഞാനും ആലോചിക്കാറുണ്ട്, മറ്റുള്ള ഇപ്പൊ പൃഥ്വിരാജ്, നിവിൻ പോളി, ദുൽഖർ, ഇവരൊക്കെ പിന്നെയും, നിവിൻ പോളി അല്ല ദുൽഖർ, ഇവരൊക്കെ പിന്നെ അറിയാം. ലാലേട്ടനെ മമ്മൂക്കിയൊക്കെ ആൾക്കാർ ഇപ്പോഴാണ് ഒന്ന് അറിഞ്ഞ് ഓക്കെ ഇങ്ങനെ ഇപ്പൊ സിനിമ തുടരും, എമ്പുരാൻ, നിങ്ങൾ സിനിമ ചെയ്യുന്നതാണ്. ഇനിയും അറിയട്ടെ. എന്തായാലും ഈ ഒരു സിനിമ ഓണം അടുത്ത മാസം റിലീസ് ആണെന്നുണ്ട്. പോയി കാണണം എന്തായാലും ഈ സിനിമ. എന്റെ റിവ്യൂ ആണ് എന്തായാലും പോസ്റ്റ് ചെയ്യണേക്കും, എന്റെ ട്രെയിലറൊക്കെ വരുമ്പോൾ റിയാക്ട് ചെയ്യണേക്കും. കണ്ടിട്ട് ഭയങ്കര രസം തോന്നുന്നുണ്ട്. അപ്പൊ കണ്ടറിയാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പൊ എന്തായാലും ചാനലിൽ പിന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയത് സന്തോഷം. ഇനിയും കണ്ടന്റുകൾ ഉണ്ടാവുന്നതായിരിക്കും ഈ മാസം. ഇനിയിപ്പോ കൂലി സിനിമയിലെ പവർ ഹൗസ് വൈബ് എന്ന് പറഞ്ഞ പാട്ട് വരുന്നുണ്ട് ഫുള്ള്. അപ്പൊ അത് വരുമ്പോൾ റിയാക്ട് ചെയ്യണം. പിന്നെ ഫാന്റാസ്റ്റിക് ഫോർ ഉണ്ടാവും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ 1000 സബ്സ്ക്രൈബറിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അതിനിപ്പോൾ ആദ്യം 100 എത്തണം, 200 എത്തണം. അപ്പോൾ ഇങ്ങനെ പതിയെ എത്തിയാലേ നമുക്ക് 1000ലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക പരമാവധി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഫാൻസിന് എല്ലാവർക്കും ഒരു ഹൈപ്പുള്ളൊരു സിനിമ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇതും. കാരണം ഇങ്ങനെയൊക്കെ ഒരു സിനിമ ലാലിനെ കണ്ടിട്ട് കുറേ നാളായല്ലോ. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. ഇനി അടുത്ത വീഡിയോ ഞാൻ പിന്നെയും വരുന്ന റിയാക്ഷൻസ് റിവ്യൂസ് ആയിട്ടും. അപ്പം അതുവരെ ഗുഡ് ബൈ.